അഗ്രിമെന്റ്. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഫ്രീ ആണോ? ശരിയാണ്. ഫ്രീ ആണ്. അതെ, അത് ശരി. സാറേ അതെ, അത് ശരി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യം രൂപീകരിച്ചു. സോ അന്ന് അവർക്കൊരു ഇന്റേണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ദ പ്രസിഡന്റ് എപ്പോഴും അബുദാബി റോയൽ ഫാമിലിയിൽ നിന്നായിരിക്കും. സോ വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ എപ്പോഴും ദുബായ് റോയൽ ഫാമിലി. സോ ദുബായിയുടെ റൂളർ ഈ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ലാൻഡ്, മണി, പവർ എല്ലാം അവരുടെ കയ്യിൽ, അബുദാബി. സോ ദുബായിയുടെ കാര്യം പറഞ്ഞാൽ ദുബായ് ഇസ് ദ സെക്കൻഡ് ബിഗസ്റ്റ് സ്റ്റേറ്റ്. പക്ഷെ ദുബായിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദുബായ് ഇസ് നോട്ട് ഡിപെൻഡ് ഓൺ ദ ഓയിൽ. ദുബായ് കാശ് സമ്പാദിക്കുന്നത് മുഖ്യമായിട്ടും ട്രേഡിംഗ് ആൻഡ് ടൂറിസത്തിലൂടെയാണ്. ദുബായിയുടെ GDP ഓയിൽ റവന്യൂ എന്ന് പറഞ്ഞാൽ വെറും 5% മാത്രമേ ഉള്ളൂ. എല്ലാരും വിചാരിച്ചേക്കുന്നത് ദുബായ് കാശുണ്ടാക്കിയിരിക്കുന്നത് ഓയിലിൽ നിന്നാ. ഓയിലിന്റെ ദുബായിയുടെ GDP 5%. ഓയിൽ ഡിസംബർ 2-ാം തീയതിയാണ് ഇങ്ങനെ ഒരു രാജ്യം രൂപീകരിച്ചത്. അതിനു മുന്നേ ആക്ച്വലി ടിൽ 1970 വരേക്ക് ദുബായിൽ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ പിടിച്ചടക്കിയ പോലത്തെ ഒരു അവസ്ഥ അല്ലായിരുന്നു. റീജിയണൽ വൈസ് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് ബ്രിട്ടീഷ് ട്രൂപ്പ് ഇവിടെ നിലവിലുണ്ടായിരുന്നത്. 1968 ആക്ച്വലി അവർ വിഡ്രോവൽ ഡിക്ലെയർ ചെയ്ത് 1970 അവർ പൂർണ്ണമായിട്ടും പിൻവലിഞ്ഞതിന് ശേഷം അന്നത്തെ അബുദാബിയുടെ റൂളറായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ, അദ്ദേഹത്തിനാണ് ഇങ്ങനെ ഒരു ആശയം ഉദിച്ചത്. എല്ലാവരും കൂടെ ചേർന്ന് നിന്നാൽ മറ്റുള്ളവരുടെ അക്രമത്തിൽ നിന്നും രക്ഷ നേടാം. അതിന് രാജ്യം ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിനൊരു സ്ട്രെങ്ത്, അതിന്റെ ഡെവലപ്മെന്റ് ഇതാണ്. സോ അങ്ങനെ ഷെയ്ഖ് സായിദിനാണ് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായത്. അന്ന് 5 വയസ്സ് ആരാണ് ഭരിക്കുന്നത് അവർക്ക് ഇൻഡിവിജ്വൽ പവർ ഉണ്ട് താൻ, അങ്ങനെ പറയാം. അങ്ങനെ അത് കാരണം എന്ന് വെച്ചാല് ഇവരൊരു ഡെമോക്രസി കൊണ്ടുവരാം ചെറിയൊരു രീതിയിൽ. ഒരു കിങ്ഡം പോലത്തെ മറ്റുള്ള രാജാക്ക സൗദി അറേബ്യ പോലെയല്ല, ഇവരെങ്കിലും ഒരു ഡെമോക്രസി കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെഡറൽ നാഷണൽ കൗൺസിൽ. പക്ഷെ ഇതെല്ലാം റോയൽ ഫാമിലിയുടെ ഒരു മൊണാർക്കി ടൈപ്പിലാണ് ഇവിടെ ഈ പോകുന്നത് എല്ലാം. അപ്പൊ നമ്മൾ അബുദാബിയുടെ കാര്യം പറഞ്ഞു. ഭാഷ എന്ന് പറഞ്ഞാൽ അറബിക് ഭാഷ, പക്ഷെ എല്ലായിടത്തും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. എവിടെ പോയാലും നമ്മൾ ഇന്ത്യക്കാരാകുന്നത് കൊണ്ട്, എക്സ്പാട്രിയേറ്റ്സ് കുട്ടികളായതുകൊണ്ട് നമുക്ക് ഹിന്ദി ഈസി ആയിട്ട് ഇവിടെ സംസാരിക്കാം. ദുബായ് ഇസ് ആക്ച്വലി വൺ ഓഫ് ദ സേഫസ്റ്റ് പ്ലേസ് ടു ലിവ് ഇൻ ദ വേൾഡ്. ഇത്രയും സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് വേറെ എവിടെയില്ല. സോ നമ്മള് ഇടതുവശത്ത് എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. The Museum of the Future is the most beautiful building on earth. ഭൂമിയിലെ ഏറ്റവും ഭംഗിയുള്ള ബിൽഡിംഗ് ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളതാണ് അത്. The connected curved shape, the shape of the torus, I shape എന്ന് പറയുന്ന 7 നിലകളുണ്ട് അതിൽ. 7 നിലകളുണ്ട്. 5 നിലകളിൽ വ്യത്യസ്ത തീം വെച്ചിരിക്കുക. ടുഡേ ആൻഡ് ടുമാറോ, ഹോപ്പ് ആൻഡ് ഹീൽ ആൻഡ് ഒയാസിസ്. ഫ്യൂച്ചറിനെ പറ്റി അങ്ങനെ പ്രതിപാദിപ്പിക്കുന്ന, അതായത് നമുക്ക് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക് സയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് ആണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ദ കണക്റ്റഡ് കർവ്ഡ് ഷേപ്പ്, ദ ഷേപ്പ്. ആ ബിൽഡിംഗ് നോക്കൂ. രണ്ടും കൂടെ കിട്ടില്ലേ രാജേട്ടന്? വെള്ളം കിട്ടാത്ത വെള്ളം കിട്ടിയ ക്രൂസ് ടെർമിനലും ദുബായിയുടെ പേരിലാണ്. പോർട്ട് റാഷൻ ക്രൂസ് ഷിപ്പില് വലിയ വലിയ ക്രൂസ് ഷിപ്പ്, അതിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ടെർമിനൽ ഉള്ളത് ദുബായിലാണ്. അത് 1972 ഇവിടെ വലിയൊരു ഹാർബർ നിർമ്മിച്ചു. അതാണ് ഫസ്റ്റ് ഹാർബർ. അവിടെയാണ് കണ്ടെയ്നർ ഷിപ്പൊക്കെ വന്ന് ഡോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ 1979 അവർ വേറൊരു ക്രൂസ് ഷിപ്പ് ഒരു ഹാർബർ നിർമ്മിച്ചു. അതാണ് ജബൽ അലി പോർട്ട് ആൻഡ് ഫ്രീസ്. അബുദാബിയിൽ നിന്ന് വരുമ്പോൾ ഒരു ഹാർബർ ഉണ്ട്, ബോർഡർ ടച്ച് ചെയ്ത് കഴിഞ്ഞു.
പക്ഷെ ഈ 2010 ഈ പോർട്ട് റാഷിദിന് ആദ്യമായിട്ട് നിർമ്മിച്ച 1972 നിർമ്മിച്ച പോർട്ടിനെ അവർ ക്രൂസ് ടെർമിനൽ ആയിട്ട് മാറ്റിക്കൊടുത്തു. അപ്പൊ പോർട്ട് റാഷിദ് ഈസ് നൗ വേൾഡ് ബിഗസ്റ്റ് ക്രൂസ് ടെർമിനൽ. മിഡിൽ ഈസ്റ്റിലോട്ടുള്ള ക്രൂസിംഗ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ. അതാ ഞാൻ പറഞ്ഞ അവർ ക്രൂസ് ഷിപ്പ് വരുന്നുണ്ട്. അപ്പൊ അത് ഇവിടുന്നാണ് പിന്നെ അബുദാബി പോകും. അബുദാബി ഈ നോക്കിയേ, ഇതാണ് അൽ ഖസർ ഗോൾഡൻ ഹോഴ്സസ് കണ്ടോ? ഇത് അൽ ഖസർ, അതായത് ഇൻഡിവിജ്വൽ വില്ലകളുണ്ട്. കടലിന് അഭിമുഖമായിട്ട് വില്ലകൾ കെട്ടിയിരിക്കുക. 3 ബെഡ്റൂം 4 ബെഡ്റൂം ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിന് ഫ്രഷ് വാട്ടർ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പിന്നെ ഒന്ന് അപ്പാർട്ട്മെന്റ് ടൈപ്പിൽ. അങ്ങനെ 3 വ്യത്യസ്ത ഫെസിലിറ്റീസാണ്. കൂടാതെ തീം ഓഫ് വെനീസ് എന്ന് പറയാൻ കാരണം ഈ ബിൽഡിങ്ങിന്റെ ഇടയിലൂടെ അവർ മാൻമെയ്ഡ് കനാലും കടലിൽ നിന്നുള്ളത്. അപ്പൊ അതിന് ചെറിയ ചെറിയ വുഡൻ ബോട്ടുകളുണ്ട് ഇൻ ഹൗസ് ഗസ്റ്റിന് യാത്ര ചെയ്യാം. കാരണം ഇതൊരു വലിയ ഹോട്ടലാണ്. ബുർജുലറൊക്കെ കഴിഞ്ഞത് അതിന് വരെ ആ ഹോട്ടലാണ്. അതുകൊണ്ടാണ് നമ്മള് ഇറ്റലിയിൽ പോയവർക്കറിയാം ഗൊണ്ടോള അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളത് ഉണ്ടല്ലോ. സോ ദുബായില് നമ്മള് ദുബായ് ക്രീക്കിന്റെ ഭാഗത്ത് ബർദുബായ് ആൻഡ് ദേര ദുബായ് കണക്ട് ചെയ്യാനായിട്ട് ചെറിയൊരു വുഡൻ ബോട്ട് സർവീസ് ഉണ്ട്. അത് നമ്മൾ അബ്ര എന്ന് പറയുന്ന സിനിമയിലൊക്കെ കണ്ടതാണ്. സോ അതുപോലത്തെ ബോട്ടുകളും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് തീം ഓഫ് വെനീസ്. നമുക്ക് വലതുവശത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണാം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ആണ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ്. ഇറ്റ്സ് എ സൺ ഓഫ് ദ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ. Sheikh Zayed bin Sultan Al Nahyan is the founder of UAE, the father of nation, and he is the first president of United Arab Emirates. നമ്മുടെ മഹാത്മജീനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് പോലെയാണ് ഈ രാജ്യം ഷെയ്ഖ് സായിദിനെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും. നമ്മുടെ വലതുവശത്ത് കാണുന്ന ഈ ഫോട്ടോ ആണ് ഞാൻ പ്രസിഡന്റിന്റെ പേരായിട്ട് പറഞ്ഞ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റും അബുദാബിയുടെ ഭരണാധികാരിയും. അതായത് ജസ്റ്റ് ആ പില്ലറിന്റെ മുകളിൽ. കാരണം ഷെയ്ഖ് സായിദ് ആയിരുന്നു 1971 മുതൽ അതായത് 2004 വരെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ബിക്കം ന്യൂ പ്രസിഡന്റ്. അദ്ദേഹം 2-3 വർഷം മുന്നേ മരിച്ചതിന് ശേഷം 3 വർഷമായി മരിച്ചതിന് ശേഷം അദ്ദേഹം ഷെയ്ഖ് സായിദിന്റെ മൂന്നാമത്തെ മകനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇസ് ബിക്കം ന്യൂ പ്രസിഡന്റ്. ഞാൻ ഈ ഷോപ്പിംഗ് ഒരു 2-3 മാസം മുന്നേ വരെ ഞങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ 2ാമത്തെ. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ട്വിൻ ടവർ, ഇതാണ് JW മാരിയറ്റ് മാർക്യൂസ് ഹോട്ടൽ. ഇസ് ദ സെക്കൻഡ് ടോളസ്റ്റ് ഹോട്ടൽ ഇൻ ദ വേൾഡ്. ടോളസ്റ്റ് ഹോട്ടൽ ഇൻ ദുബായില. ഇനി സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് ദുബായിൽ തന്നെയാണ് പണിതുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ടോളസ്റ്റ് ഹോട്ടൽ എന്ന് ഞാൻ പറഞ്ഞു. ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് പണിതുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ വരുമ്പോ ആ ഏരിയയാണ് ആക്ച്വലി ബിസിനസ് വേ ഡൗൺ ടൗൺ ഏരിയ എന്ന് പറയുന്നത്. മോസ്റ്റ് ഡിമാൻഡഡ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ഏരിയ. ഫോറിനേഴ്സിനും ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ. ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയൽ സിറ്റി. യുടെ ടോട്ടൽ GDPയുടെ 7% കോൺട്രിബ്യൂഷനും ഷാർജയുടെ ഇൻഡസ്ട്രിയലിന്റെ ഭാഗമായിട്ടുള്ളത്. ഷാർജയാണ് മുഖ്യം. പക്ഷെ ഇത് ഒരുപാട് വെയർ ഹൗസുകളും ഒക്കെയുള്ള ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ഒക്കെയുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഇടതുവശത്ത് കാണുന്നത്. അതുപോലെ വലതുവശത്ത് കാണുന്ന ഈ ഫ്രണ്ട് റോ ബിൽഡിംഗിന്റെ ബാക്ക് സൈഡ് ഇതാണ് ജുമൈര എന്ന് പറയുന്നത്. ജുമൈര ഇറ്റ്സ് വൺ ഓഫ് ദ എക്സ്പെൻസീവ് VVIP റെസിഡൻഷ്യൽ ഏരിയ. അവിടെ നമുക്ക് ഉയരം കൂടിയ ബിൽഡിങ്ങുകളില്ല അല്ലെ, അവിടെ വില്ലകൾ മാത്രം. ഒരുപാട് പാലസുകളും ഒരുപാട് റിച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ജുമൈര. പ്രത്യേകിച്ച് കടൽ, നമ്മുടെ നാട്ടില് തീരപ്രദേശത്ത് നമുക്ക് അധികം വിലയില്ല. പക്ഷെ ഇവിടെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഏരിയ എപ്പോഴും വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അതേപോലെയാണ് നമ്മുടെ വലതുവശത്ത് കാണുന്ന ജുമൈര. ഇറ്റ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് VVIP റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത്. ഹോട്ടൽ ക്ലാസിഫിക്കേഷനിൽ 7 സ്റ്റാർ ഇല്ല, പക്ഷെ എബോവ് 5 സ്റ്റാർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും അത് ഒരു 7 സ്റ്റാർ ആയിട്ട് 7 സ്റ്റാറിന്റെ ഒരു ഫെസിലിറ്റീസ് ആണ് അവിടെ കൊടുക്കുന്നത്. സോ ദുബായിയുടെ ഒരു ടൂറിസം റെവല്യൂഷന് കാരണമായിട്ടുള്ള ഒരു ഹോട്ടൽ കൂടെയാണ് നമ്മളിപ്പോ ഈ കാണാൻ പോകുന്ന ബുർജ് അൽ അറബ് എന്ന് പറയുന്നത്. സോ ബുർജ് അൽ അറബ് 94-95 സമയത്താണ് അതിന്റെ നിർമ്മാണം തുടങ്ങിയത്. 99-ലാണ് ആക്ച്വലി അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ഓപ്പൺ ചെയ്തത്. ആ സമയത്ത് ദുബായ് ഇത്രയും ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ ഈ പറഞ്ഞ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആ സമയത്ത് വെറും ക്രൗൺ പ്രിൻസുമായിരുന്നു. നിങ്ങൾക്കറിയാലോ, ദ പ്രസന്റ് ക്രൗൺ പ്രിൻസ് ഇസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് റൂളർ. സോ അദ്ദേഹത്തിന്റെ വിഷനാണ് നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം മുന്നിൽ നിന്നാൽ പോരാ, നമുക്ക് വേറെയും പല ഡെവലപ്മെന്റ്സും ചെയ്യണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയമാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ലക്ഷറി ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ആശയം അത് ഇതാക്കുകയും അങ്ങനെ ഈ ഒരു ലക്ഷറി ഹോട്ടൽ ടൂറിസത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അന്ന് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് കനേഡിയൻ ആർക്കിടെക്ചർ, അദ്ദേഹത്തിന്റെ പേരാണ് ടോം റൈറ്റ്. അദ്ദേഹമാണ് ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത്, ഷേപ്പ് ഓഫ് ദ സെയിലിംഗ് ബോട്ട്. കാരണം എന്താന്ന് വെച്ചാല് ഇവരുടെ ജീവിതം നമ്മളിപ്പോ ഈ കാണുന്നത് പോലെ അല്ലായിരുന്നു ആക്ച്വലി.
സോ ദുബായ് എന്ന് പറഞ്ഞാൽ ബിഫോർ ജസ്റ്റ് എ സ്മോൾ ഫിഷിംഗ് വില്ലേജ് ഇയേഴ്സ് ബാക്ക്. മുഖ്യമായിട്ട് ഇവരുടെ ജോലി എന്ന് പറയുന്നത് മീൻപിടുത്തവും മുത്തുവാരലുമാണ്. ഫോർച്ചുനേറ്റ്ലി 1930 ഈ കൾച്ചറൽ പേൾ ഇൻവെൻഷൻ വന്നതിന് ശേഷമാണ് പിന്നെ ട്രേഡിങ്ങിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അങ്ങനെയാണ് പിന്നെ ഡെവലപ്മെന്റ്സ്. ആദ്യ കാലഘട്ടത്തിൽ മുഖ്യമായിട്ടും ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറയുന്നത് മീൻപിടുത്തവും മുത്തുവാരലും. അപ്പൊ ടോം റൈറ്റ് ഇവരുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഈ ബോട്ടും കടലുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുക അവരുടെ ജീവിതം. അങ്ങനെയാണ് ടോം റൈറ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് ഓഫ് ദ സെയിലിംഗ് ബോട്ടിന്റെ ഡിസൈനിലോട്ട് വന്നത്. ഈ ഷേപ്പ് ഓഫ് ദ സെയിലിംഗ് ബോട്ട് ബിൽഡിംഗ് നമുക്ക് ഇപ്പൊ ബുർജ് ഖലീഫ വെച്ച് കൊടുത്ത് വെക്കാനൊക്കെ തന്നെ ഷുഡ് ബി ഓൺ ദ വാട്ടർ അല്ലെ, ബോട്ട് വെള്ളത്തിലല്ലേ നിൽക്കുക. അവരെന്ത് അബുദാബിയിൽ നിന്നായിരിക്കും വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ എപ്പോഴും ദുബായ് റോയൽ ഫാമിലി നിന്നായിരിക്കും. പക്ഷെ മറ്റുള്ള സ്റ്റേറ്റിൽ ആരാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് അവർക്ക് ഇൻഡിവിജ്വൽ പവർ ഉണ്ടതാണ്. സെൻട്രൽ ഗവൺമെന്റ് അബുദാബി ആണെങ്കിൽ ദേ ഡോണ്ട് ഇന്റർഫിയർ എനിത്തിങ് വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾസ്. അവർക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ പവർ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവരെ ഇവർക്ക് എല്ലാ സ്റ്റേറ്റിലുള്ള ആൻഡ് പ്രൈം മിനിസ്റ്റർ എസ്പെഷ്യലി റൂളർ ഓഫ് ദുബായ്. ദുബായിയുടെ ഈ മുഴുവൻ ഡെവലപ്മെന്റിന്റെ കാരണക്കാരനായ ഒരു വ്യക്തി കൂടെയാണ് ഇപ്പോഴത്തെ ദുബായിയുടെ റൂളറും രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അദ്ദേഹത്തിനെ പോലെ ഒരു സിമ്പിൾ റൂളർ ദുനിയയിൽ നിങ്ങൾക്ക് എവിടെയും കാണാനൊക്കത്തില്ല. ഈസ് ലൈക്ക് എ കോമൺ മാൻ. അല്ലല്ല, അതൊക്കെ അത് ചുമ്മാ പറയുന്നതാ. ഇമാർ ഓൺ ചെയ്യുന്ന ബിൽഡിംഗ് അതല്ല. ഈ ബുർജ് അൽ അറബ് ആക്ച്വലി ഇറ്റ്സ് ഓൺഡ് ബൈ ജുമൈറ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ. ദുബായ് 1988 സ്ഥാപിതമായിട്ടുള്ള ജുമൈറ ഇന്റർനാഷണൽ ഗ്രൂപ്പിന് ഇപ്പൊ ഏകദേശം 100-ന് മുകളിൽ ഹോട്ടലുകൾ 20 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ അതിനോട് ചേർന്ന്. അപ്പൊ ദുബായ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആർക്കിടെക്ചറൽ വണ്ടേഴ്സ് എന്നാ പറയുന്നത്. ഒരുപാട് ഉയരം കൂടി അതാ. അത് കടലിനുള്ളിൽ 200 മീറ്റർ കടലിനുള്ളിൽ ചെറിയൊരു ഐലൻഡ് റിക്ലെയിം ചെയ്ത് അവിടെയാ കെട്ടിയിരിക്കുന്നത്. 321 മീറ്റർ അതിന്റെ ഹൈറ്റ്. വെറും 27 നിലകളുണ്ട്. ഏകദേശം 50-ന് മുകളിൽ നിലകൾ കെട്ടാൻ ഹൈറ്റ് അനുസരിച്ച്. പക്ഷെ വെറും 27 നിലകളും 202 റൂമുകളും മാത്രമാണ്. ഈ ഇതിലുള്ള എല്ലാ റൂമുകളും സൂട്ട് റൂമുകളാണ്. The smallest suite is starting from 1,400 square feet to 14,000 square feet size royal suite ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു രാത്രി താമസിക്കാൻ വെറും 3 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ മാത്രം വില വരുന്ന ഒരു ഹോട്ടൽ കൂടെയാണ് നമ്മൾ ആ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞു പോർട്ട് റാഷിദ് ഈസ് ദ ബിഗസ്റ്റ് ക്രൂസ് ടെർമിനൽ ഇൻ ദ വേൾഡ്. കാരണം ഇപ്പൊ മറീന ഭാഗത്ത് അവര് പുതിയ ഒരു ന്യൂ ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഷിപ്പുകൾ ഇവിടെ, ചിലതൊക്കെ ഇവിടെയും വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോകുന്നതാണ് ആ കാണുന്ന ക്രൂസ് ഷിപ്പ്. ഇങ്ങനെയുള്ള ഷിപ്പൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീപ്പ് ഇല്ലാതെ പറ്റത്തില്ലല്ലോ അല്ലെ. ഒരു ക്രൂസ് ഷിപ്പിന്റെ അടുത്തുനിന്ന് കൂടെ നമ്മൾ സഞ്ചരിക്കാന്ന് പറഞ്ഞാൽ കാണുന്നത് ഐൻ ദുബായ്. ദുബായ് ഐ എന്ന് പറയുന്നിട്ടുള്ളത് 250 മീറ്റർ ഹൈറ്റ്, ലോകത്തിലെ ഏറ്റവും വലുത്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു ഐലൻഡിലാണ്. അത് പറയുന്നത് ബ്ലൂ വാട്ടർ ഐലൻഡ്. അതുപോലെ വലതുവശത്ത് ഒരു ഐലൻഡ് കാണാം, അതാണ് ലോഗോ ഐലൻഡ്. നഖീൽ ഈസ് ദ ഡെവലപ്പർ ഓഫ് ദിസ് ഐലൻഡ്. നഖീൽ ഗ്രൂപ്പിന്റെ ലോഗോ ഷേപ്പിൽ നിർമ്മിച്ച ഒരു ഐലൻഡാണ് അത്. പ്രൈവറ്റ് ഐലൻഡ് ഫോർ ദ റൂളർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. നമ്മള് ഇതാ ഇപ്പൊ നമ്മളിപ്പോ എൻ്റർ ചെയ്ത ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ അത് 5.5 കിലോമീറ്റർ നമ്മൾ കടലിന്റെ ഉള്ളിലോട്ട് പോകും. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. കാരണം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വെറും 3.5 മീറ്റർ ഹൈറ്റ് മാത്രമേ സീ ലെവലിൽ നിന്നുള്ളൂ. ഇതാ ബ്രിഡ്ജ് കണക്ട് ചെയ്ത് ഒരു ഐലൻഡ്. ഞാൻ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബ്ലൂ ഡോട്ട് കാണുന്ന കണ്ട. ഇപ്പൊ നമ്മൾ ആ മൂവി കടലിൽ 5.5 കിലോമീറ്റർ നമ്മൾ പോകും, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ഇരുവശവും ഒരുപാട് ബിൽഡിങ്ങുകളാണ്. ഇതാണ് ഈ ട്രങ്ക് ഏരിയ. ഈ പാം ട്രീയുടെ ട്രങ്ക് ഉണ്ടല്ലോ, പ്രവേശിച്ചു. ബ്ലൂ ഡോട്ട് കയറി ഇറങ്ങി വരാൻ 4 മണിക്കൂർ 5 മണിക്കൂർ എടുത്ത സംഭവം ഉണ്ടായി. അതോടെ നിങ്ങൾ രണ്ടായിരത്തി പരിപാടി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് ഓരോന്ന് കയറാനായിട്ട് ഓരോ ലിമിറ്റേഷൻ ഉണ്ട്. അതിനനുസരിച്ച് പാക്കേജ് നമുക്ക് വലുതാക്കേണ്ടി വരും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. അപ്പൊ അത് നമുക്ക് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പ്രാവശ്യം ദുബായിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം കണ്ടു. ഇടത് വശത്ത് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറെ ബിൽഡിങ്ങുകൾ കൂട്ടം കണ്ടോ. അവിടെ ദുബായ് ക്രീക്ക് ഹാർബർ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള 1200 മീറ്റർ അതിന്റെ ബേസ്മെന്റ് വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സോ അവിടെ ആയിരിക്കും അടുത്ത ദുബായ് ക്രീക്ക് ഹാർബർ ടവർ വരാൻ പോകുന്നത്. അതുപോലെ റാസ് അൽ ഖോർ ബേർഡ് സാങ്ച്വറി, കണ്ടൽക്കാടുകൾ ചെടികൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷികളുടെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ. അതായത് റാസ് അൽ ഖോർ ബേർഡ് സാങ്ച്വറി ആണ് ആ കാണുന്നത്. കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ആ കാണുന്ന ഏരിയ. സോ നമ്മൾ ഇനി ജസ്റ്റ് ഒരു അൽസീഫ് ഏരിയയിലൂടെ ഒന്ന് റൗണ്ട് ചെയ്യുന്നതായിരിക്കും. കാരണം അതൊരു ഓപ്പൺ ഡേ.
എന്നിട്ട് അതിന്റെ മുകളിൽ തുണി കെട്ടിയിട്ട് ക്രോസ് ചെയ്ത് കെട്ടിയിട്ട് ശേഷം അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കാറ്റ് ഏത് ദിശയിൽ നിന്ന് വരുന്നോ അത് ഈ വെറ്റ് ക്ലോത്തിൽ ടച്ച് ആയിട്ട് കൂൾ എയർ ഉള്ളിലോട്ട് വരും. അതാണ് അവരുടെ ഓൾഡ് എയർ കണ്ടീഷൻ. ഇപ്പോഴാണല്ലേ സെൻട്രൽ എ സിയും ഇതൊക്കെ ഉണ്ടായത്. പണ്ട് കാലത്ത് നമ്മുടെ രാജസ്ഥാനിലുണ്ടെന്നാ പറഞ്ഞത് ഇങ്ങനെ ഇതേ രീതി. അറബിക് അതെ ബുർജീൽ എന്ന് പറയാം. അറബിക്കിൽ പറയുന്നത് ബുർജീൽ, വിൻഡ് ടവർ. അതാണ് ഈ ബിൽഡിങ്ങിന്റെ പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കിട്ടുമ്പോൾ അതിന്റെ ആ ട്രഡീഷണൽ അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടവർ. 1.6 ബില്യൺ ഡോളർ ചെലവ് ചെയ്ത് നിർമ്മിച്ച ദ മോസ്റ്റ് ലക്ഷറിയസ് ഹോട്ടലാണ് ആ കാണുന്ന ദ റോയൽ അറ്റ്ലാന്റിസ്. ഇതാണ് ഞാൻ പറഞ്ഞ ടണൽ. ഇപ്പൊ നമ്മളെ ടണൽ മുകളിൽ കടല വെള്ളം. ഞാൻ പറഞ്ഞ അണ്ടർ വാട്ടർ ടണൽ. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നെറ്റ് ഉണ്ടായാലും കഴിഞ്ഞു. അപ്പൊ അവര് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ കണ്ട ആ ബ്ലൂ ഡോട്ട് നമ്മളിത് മെയിൻ ലാൻഡ് ഇതാ. ഇത് ബലൂണില് നമുക്ക് പാം ജുമൈൽ എങ്ങനെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഫോട്ടോയിലെ കാണിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എങ്ങനെ ഉണ്ട് എന്ന് ഹെലികോപ്റ്ററിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ ഈ ബലൂണിൽ കയറി 150 മീറ്റർ ഹൈറ്റ് ഉയരത്തിൽ നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എങ്ങനെയുണ്ടെന്ന് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ ഈ പാം ഐലൻഡിന്റെ സെന്ററിനുള്ളിൽ വേറൊരു ടവർ ഉണ്ട്. 52 നിലകളുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കയറി അവിടെ ഒരു ഒബ്സർവേഷൻ ടെക് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ പാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഞാൻ കാണിച്ചു തന്നത് ഈ ഇങ്ങനെ ഫോട്ടോ അല്ലേ. ഇത് ശരിക്കും നേരിട്ട് ലൈവില് കാണാനായിട്ട് 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഹെലികോപ്റ്റർ റൈഡ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കാണാം. ദ വേൾഡ് ഐലൻഡ് ഇതെല്ലാം കാണാം. കൂടാതെ ഈ ബലൂണിൽ കയറിയാലും കാണാം. കൂടാതെ ഞാൻ പറഞ്ഞൊരു ബിൽഡിംഗ് ഇവിടെ കെട്ടിയിട്ടുണ്ട് 52 നില. അതിന്റെ മുകളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടോന്ന് കാണാം. ഇനി അതും കൂടാതെ എക്സ്ക്യൂസ് മീ, എന്ന് പറയുന്നത് അത് നമ്മള് -4 ഡിഗ്രി ടെമ്പറേച്ചറിൽ സ്നോ ഉണ്ട്. സ്കീ ചെയ്യാണ് 400 മീറ്റർ സ്കീ സ്ലോപ്പ്. സോ ദുബായിക്കൊന്നും ഇമ്പോസിബിൾ അല്ല. നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു മഞ്ഞ് വീഴ്ചയോ സ്കീ ചെയ്യാൻ നമ്മൾ പുറത്തു പോകണമല്ല. അതാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദുബായ്. സോ അതുകൊണ്ട് ഒരു ഇൻഡോർ സ്കീ സ്ലോപ്പ് ഉണ്ടാക്കി. 400 മീറ്റർ സ്കീ സ്ലോപ്പാണ്. അതിന് -4 ഡിഗ്രി ടെമ്പറേച്ചർ. 26 ദുബായിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്ഥലം അല്ലെ. സോ ഇതിനൊരു കാരണമുണ്ട്. കാരണം ഇവിടെ ആദ്യം എന്തെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലോക്കലുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥ ഉണ്ടാകും. അവരുമായിട്ടുള്ള ലിമിറ്റഡ് ലിയാബിലിറ്റി കോൺട്രാക്ട് മെമ്മോറാണ്ടം സൈൻ ചെയ്യുമ്പോൾ 51% ഈ ലോക്കലിന്റെ പേരിലും 49% മാത്രമേ ഫോറിൻ ഇൻവെസ്റ്ററുടെ പേരിൽ വരത്തുള്ളൂ. മൾട്ടിനാഷണൽ കമ്പനി അതിന് തയ്യാറാവും. 51% ഒരാൾക്ക് കൊടുത്തിട്ട് 49 വർക്ക് ചെയ്യാൻ. സോ വാട്ട് they made, they are very smart. They made this kind of special economic zone to attract foreign investment. നിങ്ങൾ അവിടെ ആരംഭിക്കുന്ന ബിസിനസിന് നിങ്ങൾക്ക് 100% ഫോറിൻ ഓണർഷിപ്പ്. നോ ഇമ്പോർട്ട് ടാക്സ്, നോ എക്സ്പോർട്ട് ടാക്സ്, നോ കോർപ്പറേറ്റ് ടാക്സ്. കമ്പനികൾ വരത്തില്ലേ? UAE എസ്പെഷ്യലി വി ആർ ഹാൻഡിലിംഗ് മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്കൻ റീജിയണൽ വൈസ് ബിസിനസ്സാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദുബായ് എയിം ചെയ്യുന്നത് ആക്ച്വലി ഇത് വേൾഡ് ബിസിനസ് ഹബ്ബാക്കി മാറ്റാനാണ്. 1995 ഈ അകാലിന്റെ ഉള്ളിൽ ഈ പുത്രം മടക്കി വെച്ച് കഴിഞ്ഞ ഒരു സപ്പോർട്ടായി. ഇനി മരത്തിന്റെ ഈന്തപ്പനടക്ക മുകളിൽ കയറാൻ എന്ത് ചെയ്യും? ഇല്ല, അതിന് ഒത്തിരി ഉപയോഗമുണ്ട് അവരുടെ വസ്ത്രത്തിന്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഒറ്റമുണ്ട് കണ്ടിട്ടില്ല. നമ്മുടെ ഈ മൗലാന പോലത്തെ മുണ്ട്, അതാണ് അവരതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുക. അവര് ബനിയനിടും. അവര് പുറത്തു പോകുമ്പോഴോ ഇതോടത്തുള്ളൂ. അവര് തൊപ്പിയും വെക്കും. ദാഫിയാന്നാണ്. സ്ത്രീകൾ ഉപയോഗിക്കുന്ന അബായ, അത് ആക്ച്വലി ഇതൊരു ഓവർ കോട്ട് നൈറ്റി പോലെ ഇടുന്ന കളേർഡ്. അതിന്റെ പുറത്തു പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ മുകളിൽ കൂടെ ഇടും. ഇപ്പൊ നിങ്ങൾ പല മുസ്ലിം സ്ത്രീകൾ കണ്ട അവർ ചിലപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ മുകളിലാവും ഇട്ടുണ്ടാവുക. പെട്ടെന്നാകുമ്പോ അതിന്റെ മുകളിൽ ഇട്ട് അതിന്റെ ഉള്ളിലെത്താ ആരും കാണുന്നില്ലല്ലോ.
നേരെ തിരിച്ച് ഹോട്ടലിലോട്ട് പോകുന്നതായിരുന്നു. അതെ, കുറച്ച് ചില ഏരിയകളിൽ, കുറച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ ആക്ച്വലി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇല്ല പ്രസിഡന്റ് അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ കയറുന്നതായിരിക്കും 124ാമത്തെ നിലയില്. സോ അതിനുവേണ്ടി നമ്മൾ വേറൊരു ദിവസം വരുന്നതായിരിക്കും. അത് ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് 163 നിലകളുണ്ട്. നമ്മൾ കയറാൻ പോകുന്നത് 124ാമത്തെ നില. ബുർജ് മീൻസ് ടവർ, ഖലീഫ ഇറ്റ്സ് എ നെയിം ഓഫ് അവർ ഫോർമർ പ്രസിഡന്റ്. യുഎഇയുടെ പഴയ തൊട്ടു മുന്നുണ്ടായിരുന്ന പ്രസിഡന്റിന്റെ പേരാണ്. 828 മീറ്റർ അതിന്റെ ഹൈറ്റ്. 163 നിലകളുണ്ട് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൾട്ടി പർപ്പസ്. നമുക്ക് വേണമെങ്കിൽ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാം. നമ്മുടെ മോഹൻലാൽ വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി സെലിബ്രിറ്റീസ് വാങ്ങിച്ചിട്ടുണ്ട്. തൃശ്ശൂരുള്ള ഒരു ബിസിനസ്മാൻ 23 അപ്പാർട്ട്മെന്റ് ഉണ്ട് അതില്. ഒത്തിരി 100ാമത്തെ നില വാങ്ങിച്ചിരിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ BR ഷെട്ടി എന്ന് പറഞ്ഞ ഒരു NMC ഗ്രൂപ്പിന്റെ ചെയർമാനാ. അങ്ങനെ ഒത്തിരി സെലിബ്രിറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ. ബുർജ് ഖലീഫ ഇല്ല അതിന് ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറയാം. ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ ഓഫീസ്, റെസിഡൻഷ്യൽ ആൻഡ് അർമാനി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഹോട്ടൽ നമുക്കതിൽ അവൈലബിൾ. ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എന്നുള്ള റെക്കോർഡിന് പുറമെ ദ ഹൈയസ്റ്റ് റെസ്റ്റോറന്റ് ഇൻ ദ വേൾഡ്, ഹൈയസ്റ്റ് നൈറ്റ് ക്ലബ് ഇൻ ദ വേൾഡ്, ഫാസ്റ്റസ്റ്റ് ലിഫ്റ്റ് ഇൻ ദ വേൾഡ്, ഹൈയസ്റ്റ് ഒബ്സർവേറ്ററി ഇൻ ദ വേൾഡ്, ഹൈയസ്റ്റ് സ്വിമ്മിംഗ് പൂൾ ഇൻ ദ വേൾഡ്, ഹൈയസ്റ്റ് നൈറ്റ് ക്ലബ് ഇൻ ദ വേൾഡ്. ദുബായ് എന്ന് പറഞ്ഞ റെക്കോർഡുകൾ 400-ന് മുകളിൽ റെക്കോർഡുകൾ പ്രസന്റിൽ ദുബായിയുടെ കയ്യിലുണ്ട്. എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് ഒരു 3-4 റെക്കോർഡ് ഉണ്ടാവാതെ കടന്നു പോകാറില്ല. ആ സർജറിക്കൊക്കെ വരുന്ന സ്ഥലമാണ്. വളരെ ഫേമസ് ആണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒട്ടുമിക്ക ഫേമസ് ആൾക്കാരും വന്ന് കോസ്മെറ്റിക് റിലേ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള പല നടന്മാരും പല മുഖത്തിന്റെ ഭാവങ്ങളൊക്കെ മാറ്റുന്നുണ്ടല്ല, പല രൂപങ്ങളൊക്കെ. അതിനെ പറ്റിയ ലോക ഫേമസ് ആയിട്ടുള്ള പല ക്ലിനിക്കുകളും, അത് ആസ്തെറ്റിക് ക്ലിനിക്സ് നമുക്ക് ഇവിടെ കാണാം. ഒരുപാട് ക്ലിനിക്സ് ആൻഡ് ബൊട്ടിക്സ്, റെസ്റ്റോറന്റുകൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ ജുമൈര ബീച്ച് റോഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ അവിടുന്ന് കണ്ട ബിൽഡിംഗ് കണ്ട, ഞാൻ പറഞ്ഞത് ക്രൂസ് ഷിപ്പ് പോലെ അല്ലെ, ഒരു ക്രൂസ് ഷിപ്പ് പോലെ ഷേപ്പിലുള്ള മാർസ അൽ അറബാണ് നമ്മുടെ ഈ വലതുവശത്ത് കാണുന്നത്. അതിന്റെ ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളൊരു 1.5-2 മണിക്കൂറില്ല റോഡ് ആൻഡ് മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് സ്റ്റാർട്ടിംഗ് ഓഫ് ദുബായ്. ദുബായ് പണ്ട് കാലത്ത് ഈ ദുബായിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ടിവിയിലൊക്കെ പറയുമ്പോൾ ഇവിടെ ഈ ഏരിയ കാണും. കാരണം ഇതാണ് സ്റ്റാർട്ടിങ് ദുബായിയുടെ ന്യൂ ഡെവലപ്മെന്റ്. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കെട്ടാനായിട്ടുള്ള തുടക്കം അല്ലല്ല, ഓൾഡ് ദുബായ് വേറെ. സോ ദുബായ് സ്റ്റാർട്ടിങ് ന്യൂ ദുബായ്, അതായത് ന്യൂ ഡെവലപ്മെന്റ്. സോ അതാണ് മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പോ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഷെയ്ഖ് സായിദ് റോഡ്, മോർ ദാൻ 500 കിലോമീറ്റർ നമുക്ക് ഫ്രീ വേ കണക്ട് ചെയ്യാനും പറ്റും. ഇനി നമ്മള് ഒരുപാട് ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ DIFC ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ ഉണ്ട്, ദ ടോളസ്റ്റ് ഹോട്ടൽ ഇൻ ദ വേൾഡ്. അങ്ങനെ ഒരുപാട് ഒത്തിരി, ഇനി 39 നിലകളുള്ളത്. അതാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ 1979 ഓപ്പൺ ചെയ്ത ക്യൂൻ എലിസബത്ത് ഇനാഗുറേറ്റ് ചെയ്ത. അന്ന് ആ സമയത്ത് നമ്മളിപ്പോ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയിപ്പോ നമ്മൾ ഈ കാണുന്ന, നിങ്ങൾ ഇന്നലെയൊക്കെ കണ്ടു കാണും, ഇത് സിംഗിൾ റോഡ് മാത്രമായിരുന്നു. ഇവിടെ ഡെസേർട്ട് ആയിരുന്നു, ഒട്ടകം മേഞ്ഞ് നടന്നിരുന്ന സ്ഥലമാണ്. 1979 ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ എന്ന ക്യൂൻ എലിസബത്ത് ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ അതായിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്.